ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ ഹാഫ് ഇയർലി എക്സാമിലേക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏതാനും പാഠങ്ങളുടെ ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തണം. എന്താണ്? അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ. നമ്മൾ 4ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അറബിയിൽ മാത്രം ഉള്ള അക്ഷരങ്ങൾ എത്രയായിരുന്നു? 12 അക്ഷരങ്ങളാണ് അറബിയിൽ മാത്രമുള്ളത്. സ, ഹ, ഹ, ദാല്, സായി, സ്വാദ്, ലോദ്, ഐന്, ഒയിന്, തോ, ലോ, ഖാഫ് അക്ഷരങ്ങൾ. നമുക്കിതുപോലെ എണ്ണം തന്നതുപോലെ നമുക്ക് അക്ഷരങ്ങൾ തരും. സ്വാദും ലോദും അങ്ങനെ ജീമ്, ത, അതൊക്കെ അറബിയിലും മലയാളത്തിലും ഉണ്ട്. അപ്പോൾ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ഓപ്ഷനായിട്ട് തരാം, മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? വേഗത്തിൽ പാരായണം ചെയ്യുക. വേഗത്തിൽ പാരായണം ചെയ്യുന്നതിന് എന്താ പറയുക? വേഗത്തിൽ പാരായണം ചെയ്യലാണ് ഹദർ. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. തദ്വീറും തർത്തീലൊക്കെ അവിടെ മനസ്സിലാക്കണേ. അടുത്തതാ 3 അലിഫ് എത്ര ഹർക്കത്തിൻ്റെ കതിറാണ്? 3 അലിഫ് 6 ഹർക്കത്താണ്. 3 അലിഫ് എത്ര ഹർക്കത്താണെന്ന് വെച്ചാൽ 6 ഹർക്കത്ത്. അടുത്തതാ മിമ്മ ഇൻ എന്നതിലെ മദ് എന്താണ്? മാ എന്ന് നീട്ടാൻ മദ്ദും അതേ കലിമത്തിൽ ഹംസയും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരുന്നത് മുത്തസിലാണ്. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. മദ്ദുൽ അസ്ലി ഡാഷ് എന്നും പേരുണ്ട്. മദ്ദുൽ അസ്ലിക്ക് എന്താ പേര്? മദ്ദു തൊബഈ എന്ന് പേരുണ്ട്. മദ്ദുൽ അസ്ലിക്ക് മദ്ദു തൊബഈ എന്ന് പേരുണ്ട്. മദ്ദുൽ ഫർഈക്ക് മദ്ദുൽ വാജിബ് എന്നും പേരുണ്ട്, മനസ്സിലാക്കട്ടോ. അടുത്തെന്താണ്? അൽ ഹദഫ് എന്നാൽ അക്ഷരങ്ങൾ ഡാഷ് ആക്കലാണ്. എന്താണ് ഹദഫ്? എന്താണ്? അക്ഷരങ്ങൾ ഒഴിവാക്കലാണ്. അക്ഷരങ്ങൾ ഒഴിവാക്കലാണ് ഹദഫ്. അതുപോലെ സിയാദ, ഹംസ, ബദല് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വസ്ല്, ഫസ്ല് അതൊക്കെ മനസ്സിലാക്കട്ടോ. അടുത്തെന്താണ്? ഖുർആൻ ഡാഷ് പാരായണം ചെയ്യുക. എന്താണ്? ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. ഇനി ഉത്തരം എഴുതാനാണ്. മദ് എന്നാൽ എന്ത്? എത്ര ഇനം? ഫതഹയുടെ ശബ്ദത്തെ അലിഫ് കൊണ്ടും കസറയുടെ ശബ്ദത്തെ യാ കൊണ്ടും ലമ്മയുടെ ശബ്ദത്തെ വാവ് കൊണ്ടും നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. മദ് 2 ഇനമുണ്ട്. മദ്ദുൽ അസ്ലി, മദ്ദുൽ ഫർഈ. മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ 5ാമത്തെ പാഠത്തിലാണത്. അടുത്തത് സുജൂദ് തിലാവയിലെ ദിക്ർ എഴുതുക. സുജൂദ് തിലാവ ഖുർആനിലെ 14 സ്ഥലങ്ങളിൽ സുജൂദ് തിലാവ സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ ദിക്ർ എഴുതുക. അടുത്തതാ അൽ മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. മദ്ദുൽ മുത്തസിൽ മദ്ദക്ഷരത്തിനു ശേഷം അതേ പദത്തിൽ ഹംസ വരുന്നതിനാണ് മദ്ദുൽ മുത്തസിൽ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വരുന്നതിനാണ് മദ്ദുൽ മുത്തസിൽ എന്ന് പറയുന്നത്. ഉദാഹരണം മാ, ജാ, വസ്സമായി എന്നൊക്കെ എഴുതാം. അടുത്ത തജ്വീദ് എന്നാൽ എന്ത്? എന്താണ് തജ്വീദ്? അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്തത് ഹ സ എന്നിവയുടെ മഖ്റജുകൾ എഴുതണം. ഹ തൊണ്ടയുടെ മധ്യം, ഇവിടെ നിന്ന് കാറ്റോടുകൂടി പുറപ്പെടുന്നു ഹ. അടുത്ത സ നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തലയും, ഇവിടെ നിന്ന് കാറ്റോടുകൂടി പുറപ്പെടുന്നു. അപ്പോൾ അതുപോലെ ബാക്കി അക്ഷരങ്ങളൊക്കെ നമ്മൾ പാഠത്ത് പഠിക്കുന്നുണ്ട്. ഇതുപോലെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്ത എന്താണ്? അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങളിൽ നിന്ന് 6 എണ്ണം എഴുതുക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ? അറബിയിൽ മാത്രമുള്ള 12 അക്ഷരങ്ങളുണ്ട്. സ, ലോദ്, ഹ, ഐന്, ഹ, ഒയിന്, ദാല്, തോ, സായി, ലോ, സ്വാദ്, ഖാഫ്. അപ്പം അതിൽ നിന്ന് 6 എണ്ണം എഴുതുക. അടുത്ത എന്താണ്? അൽ മദ്ദുൽ മുൻഫസിൽ എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. മുൻഫസിൽ
മദ്ദുൽ മുൻഫസിൽ എന്നാൽ ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വരുന്നതാണ് മദ്ദുൽ മുൻഫസിൽ. ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യക്ഷരമായി ഹംസയും വരുന്നതാണ് മദ്ദുൽ മുൻഫസിൽ. വമാ അദ്റാക, അലാ ഇന്ന, പിന്നെ ബിമാ ഉർസിൽത്തും എന്നൊക്കെ മുൻഫസിലിന് ഉദാഹരണം നമുക്ക് എഴുതാം, മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അൽ മദ്ദുൽ മുത്തസിലും മദ്ദുൽ മുൻഫസിലും എത്ര നീട്ടി ഓതണം? മുത്തസിലും മുൻഫസിലും എത്ര നീട്ടി ഓതണം? അപ്പോൾ അവിടെ എന്ത് എഴുതാം? മദ്ദുൽ മുത്തസില് ഒരു അലിഫിനേക്കാൾ നീട്ടൽ വാജിബാണ്. 3 അലിഫ് 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. മദ്ദുൽ മുത്തസില് ഒരു അലിഫിനേക്കാൾ നീട്ടൽ വാജിബാണ്. 3 അലിഫ് അതായത് 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. എന്നാൽ മദ്ദുൽ മുൻഫസിലിനെ മുത്തസില് പോലെ നീട്ടൽ നിർബന്ധമില്ല. മദ്ദുൽ മുൻഫസിലിനെ മുത്തസില് പോലെ നീട്ടൽ നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ എഴുതാം. അടുത്ത എന്താണ്? 5 വരി കുറയാതെ എഴുതാനാണ്. റസ്മുൽ ഉസ്മാനി. റസ്മുൽ ഉസ്മാനിയെ കുറിച്ചിട്ട് എഴുതണം. എന്താണ്? പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുതുന്ന പൊതു നിയമത്തിൽ നിന്ന് വ്യത്യാസമായാണ് ഖുർആനിലെ പല പദങ്ങളും എഴുതിയത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ പാരായണം ചെയ്യൽ പാടില്ല. പിന്നെ എന്താണ്? റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. അത് ഹദ്ഫ്, സിയാദ, ബദല്, വസ്ല്, ഫസ്ല്, മാഫി ഖിറാഅത്താനി ഫകുതിബ ഇഹ്ദാഹുമ, ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതികൾ, അതൊക്കെ ചേർത്ത് 5 വരി കുറയാതെ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാം. അടുത്തത് ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ നമ്മൾ 3-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. എന്താണ്? കിബിലക്ക് അഭിമുഖമായിരുന്ന് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ബഹുമാനത്തോടെ മുസഫ് പിടിച്ച് എല്ലാ അദബുകളും പാലിച്ചു കൊണ്ട് വേണം ഖുർആന് ഓതാൻ. പിന്നെന്താണ്? ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യണം. തദ്വീറിനേക്കാളും ഹദ്റിനേക്കാളും നല്ലത് പുണ്യം ലഭിക്കുക തർത്തീലായി പാരായണം ചെയ്യുന്നതിനാണ്. പിന്നെ അതിൽ കുറച്ച് ആയത്തുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്താണ്? അള്ളാഹു തആലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാരുണ്യം ചോദിക്കണം. അദാബിനെ കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുകയും വേണം. സജദയുടെ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യണം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരി കുറയാതെ എഴുതാം. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ എല്ലാ പാഠത്തുനിന്നും ഇതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വരുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ 6 ചാപ്റ്റർ കൂടിയിട്ടുള്ള ഒരു മോഡൽ ചോദ്യ പേപ്പറാണിത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തി നിങ്ങൾക്ക് നല്ല വിജയം ഉറപ്പുവരുത്താവുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.